സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പ്രിപ്പറേഷൻ, ഒരു കാര്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഏത് കാര്യം നമ്മൾ സ്പീക്ക് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ, ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കും, നമ്മളൊരു കാര്യം ഓർത്തിട്ട് അതെങ്ങനെയാണെന്ന് നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ നമുക്ക് പഠിക്കാം. അതിനകത്ത് ഏറ്റവും എളുപ്പം എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു പഠിക്കുമ്പോൾ നമുക്ക് സിമ്പിൾ പ്രസന്റ് തറവാകുകയും ചെയ്യും. അതേപോലെ തന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് ഫ്ലുവന്റ് ആയിട്ട് നമുക്കത് പറയാൻ, നമുക്ക് മലയാളത്തിൽ അത് ഉണ്ടാക്കാൻ അറിയാം നന്നായിട്ട്. അപ്പൊ അത് ഇംഗ്ലീഷിലും കൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു പഠിച്ചാല് നല്ല ഭംഗിയായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് മീൻകറിയും കപ്പപ്പുഴുക്കും ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഒരു 10-25 സെന്റൻസിനകത്ത് നമുക്ക് ഓരോന്നും പഠിക്കാം. നമുക്ക് ആദ്യം മീൻകറി ഉണ്ടാക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം മീൻ കഴുകി വൃത്തിയാക്കുന്നു. ഫസ്റ്റ്ലി ക്ലീൻ ദ ഫിഷ് പീസസ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലീൻ ദ ഫിഷ് പീസസ്. ഫസ്റ്റ്ലി ക്ലീൻ ദ ഫിഷ് പീസസ്. പിന്നെന്താ ചെയ്യുന്നേ? നമ്മള് കൊടംപുളി വെള്ളത്തിലിട്ട് വെക്കുന്നു, വെള്ളത്തിൽ കഴുകുന്നു അല്ലേ? ദെൻ സോക്ക്, വെള്ളത്തിൽ മുക്കിയിടുന്നതിനാണ് പറയുന്നത് സോക്ക്, SOAK. സോക്ക് ദ കുടംപുളി ഇൻ വാട്ടർ. Then soak the കുടംപുളി in water. അത് കഴിഞ്ഞ് ഞാൻ എന്റേതായ രീതിയിലാണ് നിങ്ങളോട് പറയുന്നത്. നമ്മളെല്ലാരും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊന്നും നോക്കുക. ഒരു മൺചട്ടിയില് വെളിച്ചെണ്ണ ചൂടാക്കുന്നു. മൺചട്ടി എന്നുള്ളതിന് നിങ്ങൾക്കറിയാം ക്ലേ പോട്ട്. ഹീറ്റ് കോക്കനട്ട് ഓയിൽ ഇൻ എ ക്ലേ പോട്ട്. ഹീറ്റ് കോക്കനട്ട് ഓയിൽ ഇൻ എ ക്ലേ പോട്ട്. ഓക്കെ, അടുത്തത് കടുക് ചേർത്ത് പൊട്ടുന്നത് വരെ കാത്തിരിക്കുന്നു. നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കടുകിട്ട് അത് പൊട്ടാനായിട്ട് നോക്കിയിരിക്കുന്നു. അപ്പൊ കടുകിന് എന്താ പറയുന്നത്? മസ്റ്റാർഡ് സീഡ്സ്. ആഡ് മസ്റ്റാർഡ് സീഡ്സ് ആൻഡ് ലെറ്റ് ദം സ്പ്ലറ്റർ. അതിങ്ങനെ പൊട്ടുന്നതിന് എന്താ പറയുന്നത്? സ്പ്ലറ്റർ. SPLUTTER. ആഡ് മസ്റ്റാർഡ് സീഡ്സ് ആൻഡ് ലെറ്റ് ദം, അതിനെ പൊട്ടാൻ അനുവദിക്കുക. ലെറ്റ് ദം സ്പ്ലറ്റർ. അതുവരെ നമ്മൾ നോക്കിയിരിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് വൊക്കാബുലറി, നമുക്കിതെല്ലാം സിമ്പിൾ ആണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ സെന്റൻസ് പറയുമ്പോൾ നമുക്ക് വാക്കുകളും കിട്ടും, നമുക്ക് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉലുവയും കറിവേപ്പിലയും ചേർക്കുന്നു. അതിനകത്തേക്ക് ഉലുവയും കറിവേപ്പിലയും ചേർക്കുന്നു. ഉലുവ എന്നുള്ളതിന് എന്താ പറയുന്നത്? ഫെനുഗ്രീക് സീഡ്സ്. പുട്ട് ഫെനുഗ്രീക് സീഡ്സ് ആൻഡ് കറി ലീവ്സ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് ഉലുവയും കറിവേപ്പിലയും ചേർക്കുന്നു. പുട്ട് ഫെനുഗ്രീക് സീഡ്സ് ആൻഡ് കറി ലീവ്സ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇഞ്ചിയും പച്ചമുളകും ചതച്ചതും എല്ലാം കൂടെ, വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ച മിശ്രിതം അതിനകത്തേക്ക് ചേർക്കുന്നു. അപ്പൊ വെളുത്തുള്ളിക്ക് എന്താ പറയുന്നത്? ഗാർലിക്. ഇഞ്ചി ജിഞ്ചർ. പച്ചമുളകിന് എന്ത് പറയും? ഗ്രീൻ ചില്ലീസ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ചതച്ചത് എന്നുള്ളതിന് എന്താണ്? ക്രഷ്ഡ്. ആൻഡ് ക്രഷ്ഡ് ഗാർലിക്, ജിഞ്ചർ ആൻഡ് ഗ്രീൻ ചില്ലീസ്. ആഡ് ക്രഷ്ഡ് ഗാർലിക്, ജിഞ്ചർ ആൻഡ് ഗ്രീൻ ചില്ലീസ്. ഓക്കെ, അടുത്തത് അത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ആ ഒരു റോ സ്മെല്ലുണ്ട്, പച്ചമണം മാറുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഇങ്ങനെ വഴറ്റും എല്ലാം കൂടെ. അപ്പൊ എങ്ങനെ പറയും? സോട്ട്. SAUTE. വഴറ്റുക എന്നുള്ളതിന് വേർഡ് എന്താണ്? സോട്ട്. സോട്ട് until the raw smell goes away. പച്ചമണം എന്നുള്ളതിന് എന്താ പറയുന്നത്? റോ സ്മെൽ. RAW. റോ. പച്ചരി എന്നുള്ളതിന് റോ റൈസ് എന്നാണ് പറയുന്നത്. പച്ചമണം മാറുന്നത് വരെ അതിങ്ങനെ വഴറ്റുന്നു. അതിനെന്താ പറയുന്നത്? സോട്ട് until വരെ, the raw smell goes away. ആ പച്ചമണം മാറുന്നത് വരെ അതിനെ ഇങ്ങനെ വഴറ്റുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉള്ളി അതിനകത്തേക്ക് ചേർത്ത് അതിനൊരു ഗോൾഡൻ നിറം വരുന്നത് വരെ വഴറ്റും. ഇതെല്ലാം ഇതിന്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് നമ്മൾ ഉള്ളി അതിനകത്തേക്ക് ഒണിയൻസ് ഇട്ടിട്ട് അതിന്റെ പച്ചമണം അല്ലെങ്കിൽ അതിന്റെ ഒരു ഗോൾഡൻ നിറം ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? വഴറ്റുന്നു വീണ്ടും. അപ്പൊ എങ്ങനെ പറയും? ആഡ് സ്ലൈസ്ഡ് ഒണിയൻസ്. കട്ട് ചെയ്ത ഒണിയൻസ്. ആൻഡ് കുക്ക് ടിൽ ഗോൾഡൻ. ആൻഡ് കുക്ക് ടിൽ ഗോൾഡൻ. ഗോൾഡൻ നിറം വരുന്നത് വരെ വഴറ്റുന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? തക്കാളി അരിഞ്ഞു വെച്ചത് അതിനകത്തേക്ക് ചേർത്ത് അതിങ്ങനെ തക്കാളി ഒരു പേസ്റ്റ് പോലെ വരുന്നത് വരെ നമ്മൾ വേവിക്കുന്നു.
എങ്ങനെ പറയും? ആഡ് ചോപ്ഡ് ടൊമാറ്റോസ്, അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി. ആഡ് ചോപ്ഡ് ടൊമാറ്റോസ് ആൻഡ് കുക്ക് ടിൽ സോഫ്റ്റ്. അതിങ്ങനെ മൃദുവായിട്ട് വഴന്ന് വരുന്നിടം വരെ, നേർത്ത് വരുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുക്ക് ചെയ്യുന്നു, വേവിക്കുന്നു. ആഡ് ചോപ്ഡ് ടൊമാറ്റോസ് ആൻഡ് കുക്ക് ടിൽ സോഫ്റ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യും നമ്മള്? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും എല്ലാം കൂടെ വെള്ളത്തിൽ കലക്കി ഒരു പേസ്റ്റ് പോലെ ആക്കും, അതിനകത്തേക്ക് ചേർക്കാനുള്ള ഗ്രേവി ആയിട്ട്. അപ്പൊ എങ്ങനെ ചെയ്യും? മിക്സ്. മുളക് പൊടിക്ക് എന്താ പറയുന്നത്? ചില്ലി പൗഡർ. മഞ്ഞൾപ്പൊടി എന്താണ്? ടർമറിക്. ആൻഡ് മല്ലി, കൊറിയാൻഡർ, വിത്ത് വാട്ടർ ടു ഫോം എ പേസ്റ്റ്. കൊറിയാൻഡർ പൗഡർ എന്നോ ചില്ലി പൗഡർ എന്നോ പറയാം, ടർമറിക് പൗഡർ എന്ന് പറയാം. അപ്പൊ മിക്സ് ചില്ലി പൗഡർ, ടർമറിക് ആൻഡ് കൊറിയാൻഡർ വിത്ത് വാട്ടർ ടു ഫോം എ പേസ്റ്റ്. അതിങ്ങനെ വെള്ളത്തിൽ ഒരു പേസ്റ്റ് പോലെ ആക്കുക, ഇത് മൂന്നും കൂടെ. ഇനി എന്ത് ചെയ്യണം? ഈ പേസ്റ്റ് അതിനകത്തേക്ക് ഇട്ടിട്ട് അതിനകത്ത് നിന്ന് എണ്ണ ഇങ്ങനെ തെളിയുന്നിടം വരെ, വിട്ടു വരുന്നത് വരെ വഴറ്റുന്നു. ആഡ് ദ പേസ്റ്റ്. ദ പേസ്റ്റ് എന്ന് മീൻസ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ്. ആഡ് ദ പേസ്റ്റ് ആൻഡ് സോട്ട് ടിൽ ഓയിൽ സെപ്പറേറ്റ്സ്. ആഡ് ദ പേസ്റ്റ് ആൻഡ് സോട്ട് ടിൽ ഓയിൽ സെപ്പറേറ്റ്സ്. ഓയിൽ ഇങ്ങനെ വിട്ടു വരുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? വഴറ്റുന്നു. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും ആ കുടംപുളി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളവും കൂടെ അതിനകത്തേക്ക് ചേർക്കുന്നു. കുടംപുളിയും വെള്ളവും ചേർക്കുന്നു. എങ്ങനെ പറയും? ആഡ് കുടംപുളി ആൻഡ് വാട്ടർ. അതിനകത്തേക്ക് കുടംപുളിയും വെള്ളവും ചേർക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ എല്ലാം കൂടെ ഒരു 5 മിനിറ്റ് തിളപ്പിക്കുന്നു. ലെറ്റ് ഇറ്റ് ബോയിൽ ഫോർ 5 മിനിറ്റ്സ്. ഇതിനെ ഒരു 5 മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കുക. ലെറ്റ് ഇറ്റ് ബോയിൽ ഫോർ 5 മിനിറ്റ്സ്. 5 മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കുക. ഇനി എന്താ ചെയ്യുന്നത്? ഇതിങ്ങനെ തിളച്ചു വരുമ്പോ നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന മീൻ അതിനകത്തേക്ക് പതുക്കെ ചേർക്കുന്നു. മീൻ സാവധാനം അതിനകത്തേക്ക് ആ ഗ്രേവിക്കകത്തേക്ക് ഇടുന്നു. ആഡ് ദ ഫിഷ് പീസസ് ജെന്റിലി. വളരെ പതുക്കെ ഓരോ കഷ്ണം അതിനകത്തേക്ക് എടുത്തിടുന്നു. ആഡ് ദ ഫിഷ് പീസസ് ജെന്റിലി. ഓക്കെ, ഇനി എന്ത് ചെയ്യും? മീനും മസാലയും എല്ലാം അതിനകത്തായി. ഇനി ഇതിനെ നമ്മൾ ഒരു 10-15 മിനിറ്റ് കവർ ചെയ്ത് മൂടി വെച്ച് വേവിക്കുന്നു. കവർ ആൻഡ് കുക്ക് ഫോർ 10 to 15 മിനിറ്റ്സ്. കവർ ആൻഡ് കുക്ക് ഫോർ 10 to 15 മിനിറ്റ്സ്. ഒരു അത് അടച്ച് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ മീൻ കറി റെഡിയായി. ഇനി നമുക്ക് എന്തുണ്ടാക്കാം? കപ്പപ്പുഴുക്കുണ്ടാക്കാം. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് രസകരമായിട്ട് പറയാനും തോന്നും, നമുക്ക് ആശയങ്ങൾ അറിയുകയും ചെയ്യാം. അപ്പൊ നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ ഒരു വാക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉടനെ അതിനെ സെർച്ച് ചെയ്ത് വാക്ക് കണ്ടുപിടിച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഒരു ടോപ്പിക് അങ്ങനെ എടുത്ത് പറയുമ്പോൾ നന്നായിട്ട്, അല്ലാണ്ട് അവിടുന്ന് ഇവിടുന്ന് അത് പറയുന്ന പോലെയല്ല, നമ്മുടെ മനസ്സിലുണ്ട് എങ്ങനെയാണെന്ന് മലയാളത്തിൽ നന്നായിട്ടുണ്ട്. അപ്പൊ അതിനെ ഇംഗ്ലീഷിലേക്ക് ചിന്തിച്ച് പറയുമ്പോൾ നന്നായിട്ട് അതും പറയാൻ പറ്റും. കുറച്ചുകൂടെ ഫ്ലുവന്റ് ആയിട്ട് നമുക്ക് സ്പീഡിൽ പറയാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ രസകരമായിട്ട് തോന്നുകയും ചെയ്യും. ഓക്കെ, അപ്പൊ കപ്പ പുഴുക്കുണ്ടാക്കാൻ നോക്കാം. ആദ്യം എന്താ ചെയ്യുന്നേ? കപ്പയുടെ തൊലി കളയുന്നു, അല്ലെ? കപ്പ പറിച്ചുകൊണ്ട് വന്നിട്ട് അതിന്റെ തൊലി കളയുന്നു. തൊലി കളയുക എന്ന് പറയുന്നത് എന്താ? കപ്പയ്ക്ക് എന്താ പറയുന്നത്? ടപ്പിയോക്ക. പീൽ ദ ടപ്പിയോക്ക. അതിന്റെ തൊലി കളയുന്നതിന് എന്താ പറയുന്നത്? ഫസ്റ്റ് പീൽ ദ ടപ്പിയോക്ക. അതിന്റെ തൊലി ഇങ്ങനെ കളയുന്നു. പിന്നെ എന്ത് ചെയ്യും? തൊലി കളഞ്ഞ് അത് കഴുകി നമ്മൾ എന്ത് ചെയ്യും? കഷ്ണങ്ങളായിട്ട് അരിയുന്നു. Cut the tapioca into pieces. Then cut the tapioca into pieces. Okay. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നു. Boil the tapioca in water. Boil the tapioca in water. അതിനകത്തേക്ക് എന്തിടും? ഇത്തിരി ഉപ്പും മഞ്ഞളും കൂടെ ചേർക്കുന്നു. Add salt and turmeric. Add salt and turmeric. ഓക്കെ, അത് അവിടെ കിടന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുവിധം ആയി കഴിയുമ്പോൾ അതിന്റെ വെള്ളം കളയുന്നു. കപ്പ തിളച്ചതിന് ശേഷം നമ്മൾ അതിന്റെ വെള്ളം ഊറ്റിക്കളയുന്നു. എങ്ങനെ പറയും? ആഫ്റ്റർ ബോയിലിംഗ് ദ ടപ്പിയോക്ക the water is poured out of it. അതിനകത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ഊറ്റിക്കളയുക. Water is poured out of it. After boiling the tapioca,
തിളച്ചതിന് ശേഷം the water is poured out of it. വെള്ളം അതിൽ നിന്ന് ഇങ്ങനെ ഊറ്റിക്കളയുന്നു. ഇനി എന്ത് ചെയ്യും? കപ്പ റെഡിയായി മാറ്റിവെച്ചു. ഇനി അതിന് വേണ്ട തേങ്ങ നമുക്ക് ചിരകുന്നു. പുതിയ തേങ്ങ എടുത്ത് അതിനെ ചിരകുന്നു. എന്ത് പറയും? ഗ്രൈൻഡ് ഫ്രഷ് കോക്കനട്ട്. ചിരകുക എന്നുള്ളതിന് ഗ്രൈൻഡ് ഫ്രഷ് കോക്കനട്ട്. ഇനി അതിനകത്തേക്ക് എന്തൊക്കെ നമ്മൾ ചേർക്കും? പച്ചമുളക് ചേർക്കും, വെളുത്തുള്ളി ചേർക്കും, ചെറിയ ഉള്ളി ചേർക്കും, കരിവേപ്പില ചേർക്കും. ഇതെല്ലാം കൂടെ തേങ്ങയുടെ കൂടെ ഇട്ട് ചതച്ചെടുക്കുന്നു. അപ്പൊ പച്ചമുളക് ഇപ്പൊ എങ്ങനെ പറയും? ചതച്ചെടുക്കുക. ക്രഷ് എന്തൊക്കെയാണ്? ഗ്രീൻ ചില്ലീസ്, ഗാർലിക് ആൻഡ് സ്മോൾ ഒനിയൻസ്, ചെറിയ ഉള്ളി, കറി ലീവ്സ് അലോങ് വിത്ത് കോക്കനട്ട്. തേങ്ങയുടെ കൂടെ ഇതെല്ലാം കൂടെ ഇട്ട് ചതച്ച് എടുക്കുന്നു. ഓക്കെ, ഈ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങള് നമ്മൾ നേരത്തെ ഓൾറെഡി വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പയുമായിട്ട് എന്ത് ചെയ്യുന്നു? ചേർത്ത് ഇളക്കുന്നു. Then mix the crushed ingredients with the boiled tapioca. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ഇളക്കുന്നു. ഇളക്കുക എന്നുള്ളതിന് എന്താണ്? Stir the mixture well. നന്നായിട്ട് നമ്മൾ ആ മിശ്രിതം ഇളക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഇത്രയായി കപ്പ പുഴുക്ക് അങ്ങനെ ആക്കി വെച്ചു. ഇനി എന്ത് ചെയ്യും? നമ്മൾ അതിനകത്തേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കും. അപ്പൊ ഒരു പാൻ എടുത്തിട്ട് അതിനകത്ത് എണ്ണ ചൂടാക്കി കടുക്, കറിവേപ്പില, വറ്റൽമുളകും ചേർത്ത് വറക്കുന്നു. ഇല്ലേ? ഇപ്പൊ എങ്ങനെ പറയും? Then heat oil in a pan and splatter, അതായത് പൊട്ടുന്നിടം വരെ മസ്റ്റാർഡ് സീഡ്സ് ഇട്ട് കടുകിട്ട് പൊട്ടിയിട്ട് കറി ലീവ്സ് ആൻഡ് റെഡ് ചില്ലി. എണ്ണ പാൻ എടുത്ത് ചൂടാക്കി അതിനകത്തേക്ക് കടുക് പൊട്ടിച്ചിട്ട് കറി ലീവ്സും ചുമന്ന വറ്റൽമുളകും ചേർക്കുന്നു. Then heat oil in a pan and splatter mustard seeds, പൊട്ടാൻ അനുവദിക്കുക. എന്നിട്ട് add curry leaves and red chilli, അതിനകത്തേക്ക് കറി ലീവ്സ് ആൻഡ് റെഡ് ചില്ലി ആഡ് ചെയ്യുക. അപ്പൊ കടുക് വറുത്ത മിശ്രിതം നമ്മൾ എന്ത് ചെയ്യുന്നു? കപ്പയിലേക്ക് ചേർക്കുന്നു. Then pour the mustard seeds splatter into the tapioca mix. ഈ പൊട്ടിയ കടുക് മിശ്രിതം നമ്മൾ എങ്ങോട്ട് ഒഴിക്കുന്നു? ഈ ടപ്പിയോക്ക മിക്സിലേക്ക് ചേർക്കുന്നു. Then pour the mustard seed splatter into the tapioca mix. കപ്പപ്പുഴുക്ക് റെഡിയായി. നമുക്ക് കപ്പപ്പുഴുക്കും മീൻകറിയും കൂടെ ചൂടോടെ വിളമ്പാം. ഈ കപ്പപ്പുഴുക്ക് ചൂടോടെ വിളമ്പാം. After serve the tapioca pulk hot. ടപ്പിയോക്ക പുഴുക്കിനെ നമുക്ക് എന്ത് ചെയ്യാം? ചൂടോടെ വിളമ്പാം. അപ്പൊ മീൻകറിയും കപ്പപ്പുഴുക്കും എങ്ങനെയാ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ സിമ്പിൾ പ്രസന്റിലാണ്. ഇത് പാസീവിലും പറയാം. സിമ്പിൾ പ്രസന്റ് തറവാവുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞു പഠിക്കുക ഒരു പ്രിപ്പറേഷൻ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കിത് രസകരമായിട്ട് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.